ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു ഇത് കണക്ക് പൊന്നൂസ് വന്നിട്ട് താൻ പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് കേട്ടപ്പോഴത്തേക്ക് കൊണ്ട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഷോക്കോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളോ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇത് കണക്ക് ഇവരൊരു നാടകം കളിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ പുതിയൊരു ഫോർച്യൂണർ സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി എന്നുള്ള രീതിയിലാണ് ആൾക്കാർ വിചാരിച്ചുകൊണ്ടേ ഇരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് കണക്കുണ്ടെങ്കിൽ ഇവർ യഥാർത്ഥത്തിൽ പിരിഞ്ഞെന്നുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഇത് കണക്ക് സുജിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സുജിൻ ഉണ്ടെങ്കിൽ അതിന് മറുപടി എന്നുള്ള രീതിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതേ കണക്ക് ഞങ്ങൾ ഈ വിവാഹമോചനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ട് ഈ ഫേക്കാന്നുള്ള രീതി പറയുന്നുണ്ട്. അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഞാനുണ്ടെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും മുതലെടുക്കുക, അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് ഞാനുണ്ട് ഈ വീഡിയോയിൽ ബാക്കി കുടുംബക്കാരെ വെച്ച് മുതലെടുത്തിട്ടുണ്ട്, അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും താൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു സുജിൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് വീഡിയോ നേരത്തെ ഉള്ളത് കണ്ടാൽ തന്നെ അറിയാം. പലവട്ടം ഇതേ കണക്ക് ക്യാപ്ഷൻസും അതോടെ തന്നെ ഉണ്ടെങ്കിൽ തമ്മിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേ കണക്ക് ഇവരടിച്ച് പിരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ ഒരാളോട്ട് ബന്ധം എന്നുള്ള രീതിയിലൊക്കെ പല തമ്മിലിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേ കണക്ക് തന്നെയായിരുന്നു നേരത്തെ ഒരു വട്ടം ഒരു പിരിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നത്. അതേ ട്രിക്ക് തന്നെ ഇവിടെ എടുത്തതെന്നുള്ളതായിരുന്നു ആൾക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. പക്ഷേ ഇവർ ഇടയിൽ എന്തുവാണ് പ്രശ്നം എന്നുള്ള കാര്യമൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, ഇതിനെപ്പറ്റി ഇനി കൂടുതൽ തനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, ബാക്കി ആൾക്കാരും ഇതിനെപ്പറ്റി സംസാരിക്കരുതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്.